Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2024 പാർട്ട് 1 ആണ്. അതായത് ഈ പാർട്ടിൽ 10 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് us start. First question. Let f of x is equal to log x to the base e and let g of x equal to x minus 2 by x square plus 1. Then the domain of the composite function f OG, അതായത് f composite G is ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എല്ലാം ഓപ്പൺ ഇന്റർവെൽസിലാണ് തന്നിരിക്കുന്നത്. A 2 ഇൻഫിനിറ്റി, B -1 ഇൻഫിനിറ്റി, C 0 ഇൻഫിനിറ്റി, D 1 ഇൻഫിനിറ്റി, E 1 0. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 2 ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്പൺ ഇന്റർവെൽസ് ആണ് എല്ലാം തന്നിരിക്കുന്നത്. അപ്പോൾ വേറെ കൺഫ്യൂഷൻസ് ഇല്ല. സ്റ്റിൽ ഓപ്പൺ ഇന്റർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ രണ്ട് എക്സ്ട്രീം വാല്യൂസിന് എക്സ്ക്ലൂഡ് ചെയ്യണം, ഇൻക്ലൂഡിംഗ് അല്ല. ഓക്കെ, 2ഉം ഇൻഫിനിറ്റിയും ഇൻക്ലൂഡിംഗ് അല്ല, ബട്ട് ഓൾ ദ വാല്യൂസ് ബിറ്റ്വീൻ 2 ആൻഡ് ഇൻഫിനിറ്റി ആർ ഇൻക്ലൂഡഡ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്നതിന്റെ ഫോർമുല എന്താ, എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ശരിയല്ല? എഫ് നോട്ട് ജി എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. സോ എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ഇനി ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് മൈനസ് 2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. സോ ജി ഓഫ് എക്സിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോഴും എഫ് ഓഫ് എന്ന് തന്നെ എഴുതുക, എഫ് ഓഫ് എക്സ് മൈനസ് 2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. ഇനി എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് ലോഗ് എക്സ് ടു ദ ബേസ് ഇ ആണ്. ഓക്കെ, ലോഗ് എക്സ് ടു ദ ബേസ് ഇ ആണ് എഫ് ഓഫ് എക്സ്. പക്ഷെ നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് എഫ് ഓഫ് എക്സ് മൈനസ് 2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ ഇനി എഫ് ഓഫ് എക്സില് എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എക്സ് മൈനസ് 2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതാണ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ലോഗ് ടു ദ ബേസ് ഇ എക്സ് മൈനസ് 2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. ഇനി നമുക്ക് ഡൊമെയിൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ എക്സിന്റെ ഏതൊക്കെ റേഞ്ച് ഓഫ് വാല്യൂസ് എടുക്കാൻ പറ്റും തന്നിരിക്കുന്ന ഫംഗ്ഷൻ, അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ലോഗ് എക്സ് ടു ദ ബേസ് ഇ, ഇപ്പൊ നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ എന്താ, എഫ് കോമ്പോസിറ്റ് ജിയുടെ ഫംഗ്ഷൻ ലോഗ് എക്സ് മൈനസ് 2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ടു ദ ബേസ് ഇ ആണ്. ഇതിന്റെ ഡൊമെയിൻ അറിയണം. അപ്പൊ ആദ്യം തന്നെ ലോഗ് എക്സിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താ, ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് അല്ലെ? ദാറ്റ് ഈസ് ഓപ്പൺ ഇന്റർവൽ 0, ഇൻഫിനിറ്റി. അപ്പൊ ലോഗ് എക്സിന്റെ നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ 0, ഇൻഫിനിറ്റിയിലായിരിക്കണം. ഇനി നമ്മുടെ കേസിൽ എക്സിന് പകരം എന്താ, ലോഗ് എക്സിന് പകരം ലോഗ് ഓഫ് എക്സ് മൈനസ് 2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. സോ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം ഈ ഒരു ഡൊമെയിൻ പ്രകാരം. സോ ദാറ്റ് മീൻസ് എക്സിന് പകരം ഇവിടെ എക്സ് മൈനസ് 2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. സോ ഈ ഒരു ടേം ആർ എച്ച് എസിൽ പോവുകയാണെങ്കിൽ ആ ഡിനോമിനേറ്റർ ടേം 0. ഇപ്പൊ ന്യൂമറേറ്റർ ടേം മാത്രം വരും, എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ 0. ഇനി നമ്മൾ എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസിൽ 2 ആഡ് ചെയ്താൽ മതി. എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ 0 ഒരു ഇനീക്വാളിറ്റി ആണല്ലോ, അത് എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ഒരേപോലെ ഓപ്പറേഷൻ ചെയ്യാം. ദാറ്റ് ഇസ് +2 +2. അപ്പൊ നമുക്ക് എൽ എച്ച് എസിൽ ഈ +2 -2 ക്യാൻസൽ ആവും, എക്സ് മാത്രം വരും. ഗ്രേറ്റർ ദാൻ 0 + 2 എന്താ, 2 ആണ്. സോ നമുക്ക് കിട്ടിയത് എന്താ, എക്സ് ഗ്രേറ്റർ ദാൻ 2. ഈ ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, ഇൻഫിനിറ്റി അല്ലേ, ഓപ്പൺ ഇന്റർവൽ 2, ഇൻഫിനിറ്റി. കാരണം 2 എന്ന് പറയുന്ന വാല്യൂ വരില്ല, 2ന് ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ് ആണ്. സോ ഓപ്പൺ ഇന്റർവൽ 2, ഇൻഫിനിറ്റി ആണ് ആൻസർ. Second question. For two sets A and B, we have n of A union B is equal to 50, n of A intersection B is equal to 12, and n of A minus B equal to 15. Then n of B minus A is equal to. Options തന്നിരിക്കുന്നത് A 27, B 35, C 38, D 29, E 23. Correct answer option E ആണ് 23. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സെറ്റ്സ് A and B തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സെറ്റിലെ ഏത് എലമെന്റ്സ് എന്താണെന്നൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. പക്ഷെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി, അതായത് എ ഓർ ബി ഓർ ബോത്ത്, അതാണല്ലോ യൂണിയൻ ഓഫ് ടു സെറ്റ്സ്. അതിലെ നമ്പർ ഓഫ് എലമെന്റ്സ് 50 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ എ ഇന്റർസെക്ഷൻ ബി, അതായത് എ ആൻഡ് ബിക്ക് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്, അതിന്റെ നമ്പർ 12 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് എൻ ഓഫ് എ മൈനസ് ബി ഇസ് 50. എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള എലമെന്റ്സ് ബട്ട് ബിയിൽ ഇല്ലാത്ത എലമെന്റ്സ്, അങ്ങനെ ആയിരിക്കണം എ മൈനസ് ബി. അതാണ് നമ്പർ ഓഫ് എലമെന്റ്സ് 50 തന്നിരിക്കണം. ഇനി നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് എൻ ഓഫ് ബി മൈനസ് എ ആണ്. സോ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം.
അതായത് നമുക്ക് കുറച്ച് ഫോർമുല യൂസ് ചെയ്യണം. ഇവിടെ n ഓഫ് a എന്ന് പറയുന്നത് n ഓഫ് a മൈനസ് ബി പ്ലസ് n ഓഫ് a ഇന്റർസെക്ഷൻ ബി ആണ്. നിങ്ങൾ ഇതിന്റെ ലോജിക് ഒന്ന് ഓർത്ത് നോക്കുക. അതായത് n ഓഫ് a മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? n ഓഫ് a മൈനസ് ബി എന്ന് പറയുന്നത് എയിലുള്ള എലമെന്റ്സ് പക്ഷെ ബിയിൽ ഇല്ലാത്ത എലമെന്റ്സ്. ഓക്കെ, ബിയിൽ ഇല്ലാത്ത എലമെന്റ്സ് ആണ്. പിന്നെ അത് മാത്രമല്ല n ഓഫ് a ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ ആൻഡ് ബിക്ക് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും കിട്ടും. ക്ലിയർ ആയല്ലോ? എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിലുള്ളത് പക്ഷെ ബിയിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനി ആ വാല്യൂ കിട്ടണമെങ്കിൽ n ഓഫ് a ഇന്റർസെക്ഷൻ ബി ചെയ്താൽ മതി. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് അപ്പൊ അത് വന്നു. നമ്മൾ ഇവിടെ ഏതാണോ ഡിസ്കാർഡ് ചെയ്തത് അത് ഇവിടെ നമ്മൾ ആഡ് ചെയ്തു. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് n ഓഫ് a കിട്ടും. നെക്സ്റ്റ് ഇനി തന്നിരിക്കുന്ന വാല്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് n ഓഫ് a is equal to n ഓഫ് a മൈനസ് ബി 15 ആണ്, n ഓഫ് a ഇന്റർസെക്ഷൻ ബി 12 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 27 കിട്ടും. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ 1. ഇനി സിമിലർലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n ഓഫ് b മൈനസ് a ആണ്. ഓക്കെ, ഇപ്പൊ n ഓഫ് എയുടെ ഫോർമുല എഴുതിയില്ലേ, അതുപോലെ n ഓഫ് ബിയുടെ ഫോർമുല എങ്ങനെ എഴുതാം? n ഓഫ് b മൈനസ് a പ്ലസ് n ഓഫ് a ഇന്റർസെക്ഷൻ b. b മൈനസ് a പറഞ്ഞാൽ ബിയിലുള്ള എലമെന്റ്സ് എയിൽ ഇല്ലാത്ത എലമെന്റ്സ്. ഓക്കെ, ബിക്ക് എക്ക് എന്തെങ്കിലും കോമൺ ഉണ്ടെങ്കിൽ അത് എയിലത്തെ എലമെന്റ്സ് എന്തെങ്കിലും ഇൻക്ലൂഡഡ് ആണെങ്കിൽ അത് നമ്മൾ നെഗ്ലക്ട് ചെയ്യണം. ഇനി n ഓഫ് a ഇന്റർസെക്ഷൻ b ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n ഓഫ് b കിട്ടും. ഞാൻ നേരത്തെ n ഓഫ് എയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇതില് നമുക്ക് n ഓഫ് b മൈനസ് a ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഒരു കാര്യമുണ്ട്, n ഓഫ് a ഇന്റർസെക്ഷൻ b നമുക്കറിയാം, പക്ഷെ നമുക്ക് n ഓഫ് b അറിയില്ല. സോ ഈ ഫോർമുല ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ 2. നെക്സ്റ്റ് നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുല n ഓഫ് a യൂണിയൻ b എന്താ? n ഓഫ് a പ്ലസ് n ഓഫ് b മൈനസ് n ഓഫ് a ഇന്റർസെക്ഷൻ b. ഇതാണ് എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല. n ഓഫ് a യൂണിയൻ b is equal to n ഓഫ് a പ്ലസ് n ഓഫ് b മൈനസ് n ഓഫ് a ഇന്റർസെക്ഷൻ b. ക്ലിയർ ആയോ? ഇനി ഇവിടെ n ഓഫ് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ, കാരണം ബാക്കിയെല്ലാം നമുക്ക് അറിയാം. സോ ബാക്കിയെല്ലാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n ഓഫ് ബി മാത്രം നമ്മൾ LHS എഴുതിയിട്ട് ബാക്കിയെല്ലാം നെക്സ്റ്റ് സൈഡിൽ കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ n ഓഫ് a യൂണിയൻ b പ്ലസ് n ഓഫ് a ഇന്റർസെക്ഷൻ b മൈനസ് n ഓഫ് a. നമുക്ക് ഈ ഫോർമുല ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ആവശ്യം ഈ ഒരു n ഓഫ് b ആണ്. സോ ഇത് അവിടെ തന്നെ നിർത്തിയിട്ട് ബാക്കി എലമെന്റ്സ് അതർ സൈഡിലേക്ക് കൊണ്ടുപോകാം. ക്ലിയർ ആയല്ലോ? സോ ഈ മൈനസ് എന്നുള്ള പ്ലസ് ആവും, ഇവിടെ പ്ലസ് എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. അപ്പൊ n ഓഫ് a യൂണിയൻ b പ്ലസ് n ഓഫ് a ഇന്റർസെക്ഷൻ b മൈനസ് n ഓഫ് a. ഈ എല്ലാ വാല്യൂസും നമുക്കറിയാം. 50, 12, 27 കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ n ഓഫ് b എന്ന് പറയുന്നത് 35 കിട്ടും. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ 3. ഇനി നമുക്ക് 1 ആൻഡ് 3 അതായത് n ഓഫ് എയും n ഓഫ് ബിയും നമുക്കിപ്പോൾ കിട്ടി. അത് നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ എന്ന് പറയുന്നത് ഇതാണ്. സെക്കൻഡ് ഇക്വേഷനിൽ നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. ക്ലിയർ ആയോ? സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? n ഓഫ് b മൈനസ് a എന്ന് പറയുന്നത് n ഓഫ് b മൈനസ് n ഓഫ് a ഇന്റർസെക്ഷൻ b. അതായത് ഈ സെക്കൻഡ് ഇക്വേഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടില്ലേ, അതില് നമുക്ക് ആവശ്യമുള്ളത് n ഓഫ് b മൈനസ് a ആണ്. അത് ഒരു സൈഡിൽ എഴുതിയിട്ട് ബാക്കി എലമെന്റ്സ് അതർ സൈഡിൽ കൊണ്ടുപോകാം. ഓക്കെ, അതായത് n ഓഫ് b ഇവിടെ നോക്കിയാൽ അറിയാം, n ഓഫ് b മൈനസ് a അവിടെ തന്നെ വെച്ചാൽ n ഓഫ് a ഇന്റർസെക്ഷൻ b LHSൽ കൊണ്ടുപോകാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് n ഓഫ് b മൈനസ് a കണ്ടുപിടിക്കുക. n ഓഫ് a ഇന്റർസെക്ഷൻ b LHSൽ കൊണ്ടുപോകാം. n ഓഫ് b മൈനസ് n ഓഫ് a ഇന്റർസെക്ഷൻ b ദാറ്റ് ഈസ് 35 മൈനസ് 12. ക്ലിയർ ആയല്ലോ? അതിൽ നിന്ന് നമുക്ക് വാല്യൂ എന്താ കിട്ടുക? n ഓഫ് b മൈനസ് a. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ b ബട്ട് ദോസ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ a. അതാണ് 23. തേർഡ് ക്വസ്റ്റ്യൻ. The period of the function f of x is equal to sin 3x by 2 is equal to. അപ്പോൾ sin 3x by 2ന്റെ പീരിയഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പീരിയോഡിസിറ്റി പീരിയഡ് വാല്യൂ പറയില്ലേ നമ്മൾ, ഫണ്ടമെന്റൽ പീരിയഡ് വാല്യൂ, അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് a 4π/3, b 2π/3, c π/3, d 3π, e 2π. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 4π/3. അപ്പോൾ ജനറലി സൈൻ എക്സ് എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ പീരിയഡ്, ഓക്കെ, അതായത് ഫണ്ടമെന്റൽ പീരിയഡിന്റെ വാല്യൂ 2π ആണ്. അപ്പൊ നോർമലി നമ്മൾ സൈൻ എ എക്സിന്റെ
2 pi. അപ്പോൾ sin x ന്റെ നമ്മൾ പറയുന്നത് ഈ a എന്ന് പറയുന്നത് ആക്ച്വലി 2 pi by a ആയിരിക്കണം. ക്ലിയർ ആയി? അതായത് x ന്റെ വാല്യൂ 2 pi by a ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ജനറലി നമ്മൾ sin ax equal to 2 pi പറയുകയാണെങ്കിൽ ശരിക്കും x എന്ന് പറയുന്നത് 2 pi by a ആണ്. ക്ലിയർ ആയല്ലോ? അതായത് പീരിയഡ് എന്ന് പറയുന്നത് 2 pi by a ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുക. 2 pi by a എന്ന് പറയുന്നത് ഇവിടെ എന്താ? sin a x കൺസിഡർ ചെയ്യുകയാണെങ്കിൽ x ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താ? 3/2. സോ 2 pi by a എന്ന് പറയുന്നത് 3/2. അതായത് ഈ 2 pi by 3/2 എന്നുള്ളത് 3/2 റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. So 2 pi into 2 by 3, that is 4 pi by 3 ആണ് answer. Next question. Let A is equal to matrix ആണ് 3 minus 2 1 minus 1 3 minus 1 and B is equal to column matrix 1 alpha minus 1 and AB is equal to minus 2 6. Again another column matrix ആണ്. Then the value of alpha is options തന്നിരിക്കുന്നത് A minus 1, B 1, C minus 2, D 2, E 0. Correct answer option D ആണ് 2. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന മെട്രിക്സ് ശ്രദ്ധിക്കുക. A എന്ന് പറയുന്നത് 2 റോസും 3 കോളംസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് 2 by 3 മെട്രിക്സ് ആണ്. നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ് ആണ്. അപ്പോൾ 2 by 3 m by n പറഞ്ഞാൽ m റോസും n കോളംസും. അതുപോലെ B എന്ന് പറയുന്ന മെട്രിക്സ് 3 റോസ് ആൻഡ് 1 കോളം ആണ്. സിമിലർലി AB എന്ന് പറയുന്നത് 2 റോസും 1 കോളം. സോ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. A is equal to തന്നിരിക്കുന്ന മെട്രിക്സ് 2 by 3 മെട്രിക്സ് ആണ് ആൻഡ് B is equal to 3 by 1 മെട്രിക്സ് ആണ്. AB എന്ന് പറയുന്നത് minus 2 6 മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് AB ഇപ്പൊ തന്നിരിക്കുന്നത് A B സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ക്വസ്റ്റ്യനിൽ നിന്ന് A into B കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? A into B. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനി കിട്ടുന്ന മെട്രിക്സിന്റെ m by n അല്ലെങ്കിൽ ഓർഡർ എന്തായിരിക്കും അത് നോക്കാൻ ഇത് രണ്ടും കമ്പയർ ചെയ്യാം. 2 by 3 by 3 by 1 ആണ്. അപ്പോൾ നമുക്ക് 2 by 1 കിട്ടും. ക്ലിയർ ആയോ? 2 by 3 by 3 by 1 നമ്മൾ അങ്ങനെ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 divided by 1 അതാണ് മെട്രിക്സിന്റെ ഓർഡർ കിട്ടും. ദാറ്റ് ഈസ് 2 റോസും 1 കോളം. അപ്പോൾ നമുക്ക് A into B ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ A into B പറയുമ്പോൾ ഫസ്റ്റ് റോ ഇവിടുത്തെ കോളം സെക്കൻഡ് മെട്രിക്സിന്റെ കോളം മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓരോ എലമെന്റ്സും ഇൻഡിവിജ്വലായി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. 3 into 1. ഓക്കെ, നെക്സ്റ്റ് വൺ മൈനസ് 2 into ആൽഫ, അതായത് മൈനസ് 2 into ആൽഫ. ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് മൈനസ് ആയതുകൊണ്ട് മൈനസ് തന്നെ ഞാൻ എഴുതിയതാണ്. നെക്സ്റ്റ് വൺ 1 into മൈനസ് 1. ഓക്കെ, പ്ലസ് 1 into മൈനസ് 1. നെക്സ്റ്റ് അതേപോലെ തന്നെ സെക്കൻഡ് റോ, പിന്നെ നെക്സ്റ്റ് അതിന് ബിയുടെ ആകെ കൂടി ഒരു കോളം തന്നെയുള്ളൂ. സെക്കൻഡ് റോ സെക്കൻഡ് കോളം, അതായത് ആ സെക്കൻഡ് മെട്രിക്സിന്റെ കോളം ഓരോ എലമെന്റ്സ് നോക്കാം. മൈനസ് 1 into 1, minus 1 into 1 plus 3 into alpha plus minus 1 into minus 1. Clear ആയല്ലോ? minus 1 into 1 plus 3 into alpha minus 1 into minus 1. ഇനി ഇത് ജസ്റ്റ് ആഡ് ചെയ്യാം. 3 minus 2 alpha minus 1. അപ്പോൾ 3 minus 1 എന്ന് പറയുന്നത് 2 ആണ്. 2 minus 2 alpha കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് എലമെന്റ്. ലാസ്റ്റ് എലമെന്റ് minus 1 plus 3 alpha plus 1. അപ്പോൾ എന്ത് വരും? minus 1 plus 3 alpha plus 1 പറഞ്ഞാൽ minus 1ഉം plus 1ഉം ക്യാൻസൽ ആയി പോകും. അപ്പോൾ 3 alpha മാത്രം വരും. സോ 2 minus 2 alpha and 3 alpha. This is equal to ഓൾറെഡി ക്വസ്റ്റ്യനിൽ എ ബി എന്താന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? എ ബി നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ വൈസ് നമ്മൾ കണ്ടുപിടിച്ചു. അത് ഈക്വൽ ടു വാല്യൂ എന്താന്ന് മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു എലിമെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് 3 ആൽഫ, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് aij, അതായത് ith റോ jth കോളം അല്ലെ, ആ എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. സോ 3 ആൽഫ ഇസ് ഈക്വൽ ടു 6 എന്ന് എഴുതാം. അല്ലെങ്കിൽ 2 minus 2 ആൽഫ ഈക്വൽ ടു -2 എന്ന് കൊടുക്കാം. ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വൺ എളുപ്പമാണ് അല്ലേ? 3 ആൽഫ ഈക്വൽ ടു 6. അതിൽ 3ഉം 6ഉം കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്തു. സോ ആൽഫയുടെ വാല്യൂ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The value of x that satisfies the equation determinant x11 2 2 0 1 0 minus 2 is equal to 6s. Options തന്നിരിക്കുന്നത് A1, B2, C3, D minus 2, E minus 1. Correct answer option E ആണ് -1. അപ്പോൾ എക്സിന്റെ ഏത് വാല്യൂ ആണ് ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക? കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് തന്നിട്ടുണ്ട്, ഈക്വൽ ടു 6 എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ ഡിറ്റർമിനന്റ് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഈക്വൽ ടു 6 കൊടുക്കുക, അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. Explanation നോക്കാം. The value of x that satisfies the equation determinant x11 2 2 0 1 0 minus 2 equal to 6 is just determinant കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ x into 2 into minus 2 minus 0 into 0, അതായത് 2 into minus 2 minus 4 minus 0. Next one minus 1 into 2 into minus 2 minus 1 into 0. Okay, അതായത് minus 1 into minus 4 minus 0 plus last one 1 into 2 into 0 minus 1 into 2 അല്ലേ? 1 into 0 minus 2. This is equal to 6 തന്നിട്ടുണ്ട്. ഇനി ഇതിൽ x into minus 4 minus 4x, ഇത് 0 ആയപ്പോൾ next one minus 1 into minus 4 plus 4, last one plus 1 into minus 2 minus 2 equal to 6. അപ്പോൾ minus 4x equal to ഈ 4 minus 2 2 ആണ്, എന്നിട്ട് അത് RHS കൊണ്ടുപോകും, അപ്പോൾ 6 minus 2 4 കിട്ടും. അപ്പോൾ minus 4x equal to 4 ആണ്. സോ ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ മൈനസ് അങ്ങോട്ട് കൊണ്ടുപോയാൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The sum of the series 1 by 2 raised to 10 plus 1 by 2 raised to 11 plus 1 by 2 raised to 12 plus etc. plus 1 by 2 raised to 19 is equal to. അപ്പോൾ തന്നിരിക്കുന്ന സീരീസ് അത് ഏത് ടൈപ്പ് ആണ് മനസ്സിലാക്കുക. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 2 raised to 10 minus 1 by 2 raised to 21, B 2 raised to 9 minus 1 by 2 raised to 20, C 2 raised to 10 minus 1 by 2 raised to 19, D 2 raised to 9 minus 1 by 2 raised to 19, and finally E 2 raised to 10 minus 1 by 2 raised to 20. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 2ന്റെ പവേഴ്സ് അതൊക്കെ മാത്രം ചെറിയ വേരിയേഷൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വിതൗട്ട് എനി മിസ്റ്റേക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ വേണം. അപ്പോൾ ആദ്യം തന്നെ തന്നിരിക്കുന്നത് അതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ സീരീസ് ആണ്. കാരണം ഇതിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 2ന്റെ പവർ ജസ്റ്റ് 1 ഹൈ ആയി പോവാണ് അല്ലെ, എവിടെ ഡിനോമിനേറ്ററിലാണ് കേട്ടോ. അതായത് 1 by 2 raised to 11 ഡിവൈഡഡ് ബൈ 1 by 2 raised to 10, അങ്ങനെ നോക്കിയാൽ തന്നെ ഡിവൈഡ് ബൈ 1 by 2 raised to 10 ചെയ്താൽ ജസ്റ്റ് ഒന്ന് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇൻറ്റു 2 raised to 10. സോ ഇത് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 വരും, അപ്പോൾ 1 by 2. അഗെയിൻ തേർഡ് ടേം ഡിവൈഡ് ബൈ സെക്കൻഡ് ടേം ചെയ്ത് കഴിഞ്ഞാൽ 1 by 2 കിട്ടും. ആൻഡ് ഇറ്റ് ഗോസ് ഓൺ ടിൽ 1 by 2 raised to 19. ഇൻഫിനിറ്റ് സീരീസ് അല്ല, ജസ്റ്റ് ഇത്ര ടേംസേ തന്നിട്ടുള്ളൂ. 2 raised to 10, 1 by 2 raised to 10, അത് മുതൽ 1 by 2 raised to 19 വരെ ടേംസേ തന്നിട്ടുള്ളൂ. അതിന്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ മതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 2 raised to 10 minus 1 by 2 raised to 19. അപ്പോൾ അതെങ്ങനെയാണ് വരുന്ന എക്സ്പ്ലനേഷൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സീരീസ് തന്നിരിക്കുന്നത് ജി പി ആണ് അല്ലെ. ഇനി അത് എന്തുകൊണ്ടാണ് ജി പി എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതായത് നെക്സ്റ്റ് ടേം ഡിവൈഡ് ബൈ പ്രീവിയസ് ടേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം കോമൺ റേഷ്യോ കിട്ടും അല്ലെ. അപ്പോൾ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ തന്നിരിക്കുന്ന സീരീസിലെ ഫസ്റ്റ് ടേം 1 by 2 raised to 10 ആണ്. ഇനി ആർ കോമൺ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു 1 by 2. എൻ എന്ന് പറയുന്നത് 1 by 2 raised to 10 മുതൽ 1 by 2 raised to 19 വരെയാണുള്ളത്. സോ ടോട്ടൽ 10 ടേംസ് ഉണ്ട്. കൗണ്ട് ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ നമുക്കിവിടെ 10 ടേംസ് കിട്ടി, n equal to 10. ഇനി സം ഓഫ് n ടേംസ് ഓഫ് എ ജി പി യുടെ ഫോർമുല Sn equal to a into 1 minus r raised to n by 1 minus r. ഇവിടെ എല്ലാം വാല്യൂസ് അറിയാം. a എന്ന് പറയുന്നത് 1 by 2 raised to 10 ആണ്, r 1 by 2 ആണ്, n 10 ആണ്. അതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 by 2 raised to 10 into 1 minus 1 by 2 raised to 10 divided by 1 minus 1 by 2. ഈ 1 minus 1 by 2 1 by 2 ആണ്. ഓക്കെ, ആ 1 by 2 എന്നുള്ളത് റെസിപ്രോക്കൽ കൊണ്ട് മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2 വരും. അഗെയിൻ ഇനി ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ ടേം ജസ്റ്റ് LCM എടുക്കാം. 1 minus 1 by 2 whole raised to 10 എന്ന് പറയുന്നത് എന്താ, 1 minus 1 by 2 raised to 10. കാരണം 1 raised to 10 എന്ന് പറയുന്നത് 1 തന്നെ. ഇനി ഇത് LCM എടുക്കുക. സോ 2 raised to 10 minus 1 by 2 raised to 10.
ആ ടേം ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 2 raised to 10 minus 1 by 2 raised to 10. ബാക്കി എല്ലാ ടേംസ് അതുപോലെ തന്നെ. ഈ 1/2 മുകളിലേക്ക് എഴുതിയാൽ into 2 വരും. ഓക്കെ, 2 raised to 10 minus 1 by 2 raised to, ഇനി ഇവിടെ 2 raised to 20 വരാൻ കാരണം 2 times 2 raised to 10 ഉണ്ട്. അതായത് ഇവിടെ 2 raised to 10 ഉണ്ട്, ഇവിടെ 2 raised to 10 ഉണ്ട്. അപ്പോൾ 2 raised to 10 plus 10 വരും. സെയിം ബേസ് ആണ്, അപ്പോൾ പവേഴ്സ് എക്സ്പോണൻസ് ആഡ് ചെയ്യാം. അപ്പോൾ 2 raised to 20. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ 2 raised to 20 കിട്ടണേ. ഇനി ഇത് റെസിപ്രോക്കൽ കൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ 2 ആവും. അപ്പോൾ 1 2ഉം 2 raised to 20 ഒരു 2ഉം ക്യാൻസൽ ആയാൽ പിന്നെ 20 ന്ന് 1 മൈനസ് ചെയ്യുക, 2 raised to 90. സോ നമുക്ക് ആൻസർ കിട്ടി 2 raised to 10 minus 1 by 2 raised to 90. Next question. There are 3 different mathematics books and 4 different physics books in a shelf. Then the number of ways these books can be arranged so that the mathematics books are together. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെസിഫിക് വേയിലുള്ള അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ പെർമ്യൂട്ടേഷൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഓർഡർ എന്ന് പറയുന്നത് കൺസേൺ ആണ്. കാരണം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് 3 ഡിഫറെന്റ് മാത്സ് ബുക്സും 4 ഡിഫറെന്റ് ഫിസിക്സ് ബുക്സ് ആണ് ഷെൽഫിലുള്ളത്. ഇനി എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്ന് സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുണ്ട്. മാത്തമാറ്റിക്സ് ബുക്സ് മസ്റ്റ് ബി ടുഗെദർ. എല്ലാ മാത്സ് ബുക്സും ഒരുമിച്ച് തന്നെ വേണം. ക്ലിയർ ആയോ? ഇനി ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ 144, ബി 120, സി 520, ഡി 720, ഇ 620. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദാറ്റ് ഇസ് 720. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് മാത്തമാറ്റിക്സ് ബുക്സ് ടുഗെദർ ആയിരിക്കണം. അതാണ് നമ്മുടെ അടുത്ത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുള്ളത് അല്ലേ? മാത്തമാറ്റിക്സ് ബുക്സ് മസ്റ്റ് ബി ടുഗെദർ. അങ്ങനെ വേണം നമ്മൾ ഷെൽഫിൽ അറേഞ്ച് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ മാത്തമാറ്റിക്സ് ബുക്സ് നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ടോട്ടൽ എത്ര മാത്സ് ബുക്സ് ഉണ്ട്? 3 ഉണ്ട് അല്ലെ? ആ 3നെ നമ്മൾ 1, അതായത് ആ 3 ഗ്രൂപ്പ് ഓഫ് 3നെ നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം അത് ഒരുമിച്ചാണല്ലോ നമ്മൾ ഇനി വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ടോട്ടൽ ബുക്സ് എത്ര വരും? അതായത് 4 മാത്സ് ബുക്സ് ഉണ്ട്. മാത്സ് 3 ഉണ്ട്, ഫിസിക്സ് ഇതേപോലെ 4 ഉണ്ട് അല്ലെ? അപ്പൊ ഇനി നമ്മൾ ഈ 3നെ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ 4 + 1 5 ആണ് ഇനി ബുക്സ് വേണ്ടത് അല്ലെ? ആ 5 ബുക്സിനെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. പെർമ്യൂട്ടേഷൻ പറയുന്നത് 5 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് ഈ 5 ബുക്സിനെ അറേഞ്ച് ചെയ്യാം. 5 എന്ന് ഉദ്ദേശിക്കുന്നത് 4 ഫിസിക്സ് പ്ലസ് ഈ 3 മാത്സിനെ നമ്മൾ 1 ആയിട്ട് എടുത്തു, കാരണം ഒരുമിച്ചാണ് അറേഞ്ച് ചെയ്യേണ്ടത്. സോ 4 ഫിസിക്സ് പ്ലസ് 1 മാത്സ്, അതായത് 5. അപ്പോൾ 5 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടോട്ടൽ 3 മാത്സ് ബുക്സ് ഉണ്ട്. ഈ 3 മാത്സ് ബുക്സിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 3 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്തൂടെ അല്ലെ? അപ്പൊ നമുക്ക് അത് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. അപ്പൊ എ ബി സി ഒന്നെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, ബി സി എ എന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, സി എ ബി എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ക്ലിയർ അല്ലോ? അതായത് നമുക്ക് ഈ അറേഞ്ച്മെന്റ് എങ്ങനെ 3 ഡിഫറെന്റ് വേസിൽ വേണമെങ്കിലും മാറ്റി മാറ്റി ചെയ്യാം. സോ ദാറ്റ് മീൻസ് 3 ഫാക്ടോറിയൽസ് ഇനിയും ഉണ്ട്, അതായത് 3 ഫാക്ടോറിയൽസ് ആണ് ഇനിയും വേസ് ഉണ്ട്. ഓക്കെ, അപ്പൊ 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 3 × 2 ദാറ്റ് ഇസ് 6. അപ്പൊ ഇത്രയും വേസിൽ നമ്മൾ ഈ പറഞ്ഞ 3 മാത്തമാറ്റിക്സ് ബുക്സ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഞാൻ റാൻഡമായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഇതുപോലെ 1 by 1 നമുക്ക് ആ 3 ബുക്സ് തന്നെ മാറ്റി മാറ്റി അറേഞ്ച് ചെയ്താൽ 6 വേസ്, അതായത് 3 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് ഏതാണ്, സെക്കൻഡ് ഏതാണ്, തേർഡ് ഏതാണ്, അങ്ങനെ നോക്കിയിട്ട് അറേഞ്ച്മെന്റ്സ് മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് the 3 different maths books and 4 different physics books can be arranged in a shelf such that all the mathematics books are together. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 വേസിലെ അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? കാരണം 5 ഫാക്ടോറിയൽ വേസും ഉണ്ട്, 3 ഫാക്ടോറിയൽ വേസും രണ്ടും കൂടിയിട്ടാണ് ആൻഡ് ആണ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ചെയ്താൽ 720 വേസ്. ഇങ്ങനെ നമുക്ക് ഇത്രയും വേസ് നമുക്ക് ഈ ഇത്രയും ബുക്സിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷെ കണ്ടീഷൻ എന്താ? 3 മാത്തമാറ്റിക്സ് ബുക്സ് ടുഗെദർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The second term of a GP is 1/2. If the product of first 5 terms is 32, then the common ratio of the GP is.
ഓപ്ഷൻസ് A 1/4, B 4, C 1/8, D 8, E 1/2. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 4. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഓൾറെഡി GP ആണ് തന്നിട്ടുണ്ട്, ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അതിന്റെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 1/2 എന്ന് തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് 32 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോമൺ റേഷ്യോ 6 നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ ആണ് 4. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. In a GP, nth term is given by nth term an എന്താ a into r raised to n minus 1 ആണ്. സെക്കൻഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് a2. സെക്കൻഡ് ടേം പറയുമ്പോൾ n equal to 2. അപ്പോൾ a2 is equal to RHS എന്താ വരിക, a into r raised to n എന്ന് പറഞ്ഞാൽ 2 minus 1, അതായത് a into r raised to 1. ഓക്കെ, r raised to 2 minus 1 പറഞ്ഞാൽ r, അപ്പോൾ a into r. ഇനി a2 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ഹാഫ് ആണ് തന്നിട്ട്, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/2 is equal to a into r, ഇക്വേഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡാറ്റ. ഇനി നെക്സ്റ്റ് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് ഫസ്റ്റ് 5 ടേംസിന്റെ പ്രോഡക്റ്റ് 32 ആണ് തന്നത്. അപ്പോൾ ഒരു GPയുടെ കേസിൽ ഫസ്റ്റ് ടേം a, നമ്മൾ ജനറൽ ആയിട്ട് എടുക്കുമ്പോൾ എങ്ങനെ ടേംസ് എടുക്കാം, a into r, a into r സ്ക്വയർ, അതായത് ഫസ്റ്റ് ടേം ഇൻറ്റു കോമൺ റേഷ്യോ ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും, സെക്കൻഡ് ടേം ഇൻറ്റു കോമൺ റേഷ്യോ ചെയ്താൽ തേർഡ് ടേം കിട്ടും, ആൻഡ് ഗോസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 5 ടേംസ് മതി, a into r cube, a r raised to 4. ക്ലിയർ ആയല്ലോ, ഇതാണ് 5 ടേംസ് വരിക. സോ അത് നമുക്ക് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം, കാരണം നമുക്ക് അതിന്റെ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് 32 ആണ്. സോ a into ar into ar square into ar cube into ar raised to 4 ഈക്വൽ ടു 32 ആണ് നമുക്കറിയാം. ഇവിടെ എത്ര എയുടെ പവർ എത്ര വരിക, 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, സോ a raised to 5. ആറിന്റെ പവർ എന്ന് പറയുന്നത് ഇവിടെ 1, 2, 3, 4 ഇതെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് 10 കിട്ടും. സോ a raised to 5 into r raised to 10, ഇത് 32 ആണ് തന്നിട്ടുണ്ട്. 32 എന്ന് പറയുന്നത് 2 raised to 5 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. 2 raised to 5 ചെയ്തൊക്കെ അറിയാം, നമുക്ക് 32 ആണ് കിട്ടുക. ഇനി a raised to 5 into r raised to 10, അതിനെ നമുക്ക് a r square raised to 5 എന്ന് എഴുതിക്കൂടെ, കാരണം എന്താ, ഇതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയി പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. a raised to 5 into r raised to 2 into 5 വരും, r raised to 10 അല്ലേ. അപ്പോൾ a raised to 5 r raised to 10 എങ്ങനെ എഴുതാം, a into r square whole raised to 5, അതാണ് ഈ സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത്, a r square whole raised to 5. ദിസ് ഇസ് ഈക്വൽ ടു 2 raised to 5 നമുക്കറിയാം. ഇനി ഈ raised to 5 LHSലും RHSലും ഉണ്ട്, സോ നമുക്കത് ഡിസ്കാർഡ് ചെയ്യാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി a r square is equal to 2 എന്ന് കിട്ടി. a raised to 5 r raised to 10 a r square raised to 5 എന്ന് എഴുതി അല്ലെ. 32 അതുപോലെ 2 raised to 5 എന്ന് എഴുതി. സോ LHS ആൻഡ് RHS കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിനെയും പവേഴ്സ് സെയിം ആയതുകൊണ്ട് ആ ബേസുകളെ ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് a r square equal to 2 എന്ന് കിട്ടി. ഇനി a r square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, a r into r അല്ലേ, അത് ഈക്വൽ ടു 2 കിട്ടി. ഓൾറെഡി a rന്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ കണ്ടുപിടിച്ചു, എന്തായിരുന്നു 1/2. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2 into r is equal to RHS ഓൾറെഡി 2 ആണ്. ഇനി 2നെ LHS RHS കൊണ്ടുപോകാം. അപ്പോൾ r is equal to 2 into 2, that is 4. Next question. The first term and sixth term of a GP are 2 and 64 by 243 respectively. Then the sum of first 10 terms of the GP is. അപ്പോൾ നമുക്ക് ഒരു GPയുടെ കേസിൽ ഫസ്റ്റ് ടേം 2 ആണെന്നും സിക്സ്ത് ടേം 64 by 243 ആണെന്നും തന്നിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദ GP ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് a 6 minus 2 raised to 11 by 3 raised to 9, b 1 minus 2 raised to 11 by 3 raised to 9, c 6 minus 2 raised to 10 by 3 raised to 9, d 1 minus 2 raised to 10 by 3 raised to 9, e 6 minus 2 raised to 11 by 3 raised to 10. Correct answer option A ആണ്. That is 6 minus 2 raised to 11 by 3 raised to 9. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് A1 ഫസ്റ്റ് ടേം 2 ആണ് തന്നിട്ടുണ്ട്, അതുപോലെ സിക്സ്ത് ടേം 64 by 243 ആണ് തന്നിട്ടുണ്ട്. ഇനി GPയുടെ കേസിൽ nth ടേം എന്താ, a into r raised to n minus 1 ആണ്. നമുക്ക് a 6 തന്നിട്ടുണ്ട്, അതായത് a into r raised to 6 minus 1 പറഞ്ഞാൽ 5. സോ a into r raised to 5 അതാണ് a6. ഈ a6 ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 64 by 243, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, which is equal to a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ് a1, അതും 2 എന്ന് തന്നിട്ടുണ്ട്.
സോ 2 into r raised to 5. ഇനി r raised to 5 മാത്രം ഒരു സൈഡിൽ വെച്ചിട്ട് ബാക്കി ടേംസ് കൊണ്ടുപോകാം. ഇവിടെ 2 and 64 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 32 കിട്ടും. ക്ലിയർ ആയോ? സോ അങ്ങനെയാണ് ഈ 32 വരുന്നത്. അപ്പോൾ r raised to 5 equal to 32 by 243. 32 ഓൾറെഡി 2 raised to 5 നമ്മൾ എക്സ്പ്രസ് ചെയ്തു നേരത്തെ. അതേപോലെ 243 എന്ന് പറയുന്നത് 3 raised to 5 ആണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇതുപോലെ പവേഴ്സിന്റെ ടേംസിൽ ഏറ്റവും പ്രൈം ഫാക്ടേഴ്സ്, ഏറ്റവും മിനിമം പ്രൈം ഫാക്ടേഴ്സിന്റെ പവേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇപ്പൊ 3 raised to ഓൾറെഡി 2 raised to 5 32 കിട്ടി. LHS ഓൾറെഡി r raised to 5 ഉണ്ട്. അപ്പൊ raised to 5 അങ്ങനെ 243 എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്കറിയാം 3 raised to 5 എന്ന് പറയുന്നത് 243 ആണ്. അപ്പൊ 2 raised to 5 divided by 3 raised to 5 എങ്ങനെ എഴുതാം? 2 by 3 whole raised to 5. ശരിയല്ലേ? അപ്പൊ r raised to 5 is equal to 2 by 3 whole raised to 5 എന്ന് കിട്ടി. അപ്പൊ again ഈ പവേഴ്സ് ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്നതല്ല, നമുക്ക് പവേഴ്സ് സെയിം ആണെങ്കിൽ ബേസ് സെയിം ആയിരിക്കും. സോ r is equal to ആൻസർ എന്താ കിട്ടുക? 2 by 3. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതിലിപ്പോൾ മെയിൻ ചോദിച്ചിട്ടുള്ളത് സം അപ് ടു 10 ടേംസ് ആണ്. അപ്പൊ സം അപ് ടു 10 ടേംസ് കാണണമെങ്കിൽ നമുക്ക് എന്തായാലും കോമൺ റേഷ്യോ ആറിന്റെ വാല്യൂ അറിയണം. അതിനാണ് ഇപ്പൊ ചെയ്തത്. സോ ആറിന്റെ വാല്യൂ നമുക്ക് 2 by 3 കിട്ടി. ഇനി സം അപ് ടു n ടേംസ്, Sn എന്ന് പറയുന്നത് എന്താ ഫോർമുല? a into 1 minus r raised to n by 1 minus r. ദാറ്റ് ഈസ് n എന്ന് പറയുന്നത് 10 ആണ്. സം അപ് ടു 10 ടേംസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. So S10 equal to a into 1 minus r raised to 10 divided by 1 minus r. ഇനി ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. r എന്ന് പറയുന്നത് 2 by 3 ആണ്. ഓക്കെ, അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 1 minus 2 by 3. 1 minus 2 by 3 എന്ന് പറയുന്നത് LCM എടുത്തു കഴിഞ്ഞാൽ 3 minus 2 by 3 ദാറ്റ് ഈസ് 1 by 3 കിട്ടും. ക്ലിയർ ആയല്ലോ? സോ ഡിനോമിനേറ്റർ 1 by 3 കിട്ടി. ഇനി ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതാം. നെക്സ്റ്റ് ഈ 1 by 3 റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓൾറെഡി 2 ന്യൂമറേറ്റർ ഉണ്ട്. 1 by 3 റെസിപ്രോക്കൽ എടുത്താൽ 3 by 1. ഇപ്പൊ 2 into 3 6 കിട്ടി. ക്ലിയർ ആയല്ലോ? ബ്രാക്കറ്റിലെ ടേം അങ്ങനെ എഴുതാം. 1 minus 2 by 3 whole raised to 10. ഓക്കെ, അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് വരുന്നത്. സോ 6 എങ്ങനെയാ കിട്ടിയാൽ മനസ്സിലായി. 1 minus 2 by 3 whole raised to 10. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ മനസ്സിലാവും. 6 മൈനസ് അങ്ങനെ ടേംസ് തന്നിട്ടുണ്ട്. സോ ഈ 6നെ ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടേം 6 into 1 6 കിട്ടി. മൈനസ് ഇനി 6 into 2 by 3 raised to 10. ഇതാണ് സെക്കൻഡ് ടേം. ഇവിടെ 6 എന്ന് പറയുന്നത് 2 into 3 ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് മാത്രം, ഈ ഒരു ടേം മാത്രം ഇത് അങ്ങനെ ഇരിക്കട്ടെ. ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം മാത്രം പറഞ്ഞുതരാം. 6നെ എക്സ്പാൻഡ് ചെയ്യുക 2 into 3 into 2 raised to 10 by 3 raised to 10. അങ്ങനെ എഴുതിക്കൂടെ ഇതിന്? 2 by 3 raised to 10നെ 2 raised to 10 by 3 raised to 10 എന്ന് എഴുതാം. ഇവിടെ 3 ഒരു 3 ക്യാൻസൽ ചെയ്താൽ 3 ഇനി പവർ എന്താവും? 10 minus 1 9. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ ഒരു 2 വന്നു. 2 into 2 raised to 10 എന്താ? അപ്പൊ 2ന്റെ പവർ 2 raised to 1 ആഡഡ് ആവും 2 raised to 11. അങ്ങനെയാണ് 6 minus 2 raised to 11 by 3 raised to 9 ആൻസർ കിട്ടുന്നത്. Last question. An assignment of probabilities for outcomes of the sample space S is equal to set 1, 2, 3, 4, 5, 6. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഈ സാമ്പിൾ സ്പേസിലെ ഔട്ട്കംസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട് താഴെ. ഓക്കെ, അതായത് 1, 2, 3, 4, 5, 6 ഇതാണ് പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ സാമ്പിൾ സ്പേസ്. അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ്, അതായത് 1ന് കറസ്പോണ്ടിങ് k, 2ന് കറസ്പോണ്ടിങ് 3k എക്സെട്ര, 5k, 7k, 9k, 11k. ഇതാണ് കൺസേൺഡ് അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റീസ് ഡാറ്റയിൽ തന്നിരിക്കുന്നത്. If this assignment is valid, then the value of k is. അപ്പോൾ ഈ തന്നിരിക്കുന്ന അസൈൻമെന്റ് വാലിഡ് ആണെങ്കിൽ കെയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 1 by 34, B 1 by 35, C 1 by 38, D 1 by 37, E 1 by 36. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഇ ആണ്, 1 by 36. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. തന്നിരിക്കുന്ന അസൈൻമെന്റ് വാലിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? The probability of the set of all possible outcomes of a trial must be 1.
ഇപ്പൊ തന്നിരിക്കുന്ന ഒരു സാമ്പിൾ സ്പേസിന്റെ എല്ലാം പോസിബിൾ ഔട്ട്കംസ് ഉണ്ടല്ലോ, അതിന്റെ കൺസേൺ പ്രോബബിലിറ്റീസിന്റെ സം ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ അതാണ് തന്നിരിക്കുന്ന അസൈൻമെന്റ് വാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറം, അക്കോർഡിംഗ് ടു തിയറം P of S will be 1. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന ഔട്ട്കംസിന്റെ പോസിബിൾ സെറ്റ്. ഓക്കെ, അപ്പൊ P of S ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് P of 1 plus 2 plus 3 plus 4 plus 5 plus 6 അല്ലെ? കൺസേൺഡ് സെറ്റ്, അതായത് തന്നിരിക്കുന്ന സാമ്പിൾ സ്പേസിൽ 1 2 3 4 5 6 അല്ലെ? അപ്പൊ P of 1 plus P of 2 plus etc P of 6 അത് വരെയുള്ള പ്രോബബിലിറ്റീസ് ആഡ് ചെയ്താൽ അപ്പൊ ആൻസർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഈ കൺസേൺ പ്രോബബിലിറ്റീസ് ഡാറ്റയിൽ തന്നിട്ടുണ്ട്. k plus 3k plus 5k plus 7k plus 9k plus 11k അപ്പൊ ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ നിന്ന് 36k LHS എന്ന് പറഞ്ഞാൽ 36k ഈക്വൽ ടു 1 ആണ്. അപ്പൊ k എന്തായി? 36നെ RHS കൊണ്ടുപോയാൽ 1 divided by 36. സോ ഇതാണ് ആൻസർ. താങ്ക് യു.